ഹലോ, ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ്സും കൂടി സെയിലിനായിട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ ഒരുമിച്ച് ഒത്തിരി ഐറ്റംസ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പതുക്കെ ഓരോന്നായിട്ട് നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് താമരയായിരുന്നു, പിന്നെ അത് റോസിലോട്ട് മാറി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ഒക്കെ ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് അങ്ങനെ വലിയ രീതിയിൽ സെയിൽ ഞാൻ ചെയ്യാറില്ല. പിന്നീട് ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സും കൂടി, കാരണം ഞാൻ എടുക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ആരോഗ്യമുള്ള നല്ല രീതിയിൽ വളർന്ന പ്ലാന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചെയ്തത്, ഞാൻ 2-3 ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലൊക്കെ നട്ട് നോക്കി. ഇതെങ്ങനെയാണ്, പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്ന് നടുന്നത് മറ്റൊരു ഫ്രൂട്ടാണ്, മിറാക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് എൻ്റെ ഗാർഡനിൽ വന്നിട്ട് കുറച്ച് നാളായി. അത് ആ ഒരു കൗതുകം കൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കഴിച്ചാലും മധുരിക്കും എന്നാണ്. സത്യമാണ് കേട്ടോ, അത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കൗതുകത്തിൽ മിറാക്കിൾ ഫ്രൂട്ടാണ് ഞാൻ ആദ്യം വാങ്ങുന്നത്. പിന്നെ സ്റ്റാർ ഫ്രൂട്ട് വാങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ സ്വീറ്റ് അമ്പഴങ്ങ. എനിക്ക് അമ്പഴങ്ങ പൊതുവേ ഇഷ്ടമാണ്, നമ്മുടെ നാടൻ അമ്പഴങ്ങ കേട്ടോ. അത് അച്ചാറിട്ട് കഴിക്കാനാണെങ്കിലും നമ്മുടെ മീൻ കറി, ഫിഷ് കറിയിലൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സ്വീറ്റ് അമ്പഴങ്ങ വാങ്ങാനല്ല ഞാൻ ഗാർഡനിൽ ചെന്നത്, എനിക്ക് നാടൻ അമ്പഴങ്ങയുടെ തൈ വേണം എന്നായിരുന്നു. പക്ഷേ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ലല്ലോ. അതിൽ വന്നിട്ടുള്ളത് സ്വീറ്റ് അമ്പഴങ്ങയാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇതാണ് സ്വീറ്റ് അമ്പഴങ്ങയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ വലിപ്പമുള്ള തൈകളാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ ഏകദേശം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ തന്നെ ഇത് പുതിയ തളിരാണ്. അതിന് തൊട്ട് മുന്നേ വരെ ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ പ്ലാന്റ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് 2-3 കായ്കൾ അതിലുണ്ടായിരുന്നു. എനിക്ക് ഡൗട്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൽ കായ്കൾ, അവരുടേതായ വളങ്ങളൊക്കെ കൊടുത്ത് കായ്കളൊക്കെ ഉണ്ടാവും. നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ തളിർത്ത് നിറച്ച് കായ്കൾ, ഇങ്ങനെ അതിൽ കായ്കളുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സ്വീറ്റ് അമ്പഴങ്ങയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമായി, കാരണം ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. മണ്ണിലാണ് കേട്ടോ നട്ടേക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഡ്രമ്മിലോ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പേരൊക്കെ ഞാൻ കണ്ടു വലിയ രീതിയിൽ പോട്ട് അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ടല്ല, ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടല്ലോ അതിൽ വരെ ടെറസിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നട്ട് വളർത്തി ഇങ്ങനെ കായ്കളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വീറ്റ് അമ്പഴങ്ങ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല, അത് ആഡ് ചെയ്യണം. അപ്പോൾ സ്വീറ്റ് അമ്പഴങ്ങ നമുക്കുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഞാൻ കൊണ്ടുവന്നേക്കുന്നതിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. പ്ലാന്റ് സൈസൊക്കെ കാണിക്കുന്നുണ്ട്. വെറുതെ നമ്മൾ കാറ്റലോഗിൽ ആ ഒരു ഫ്രൂട്ടിൻ്റെ പിക്ക് മാത്രം കൊടുത്തിട്ടല്ല സെയിൽ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ കറക്റ്റ് സൈസ് എങ്ങനെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറിയുടെ തൈകളാണ്. സ്ട്രോബെറിയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിതേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ട്രോബെറി തൈ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് ദിവസങ്ങളായി ലോഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് കാരണങ്ങളാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ചയായി എന്ന് തോന്നുന്നു ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ വന്നിട്ട്. ഇത് അതിന് ശേഷം വന്നിട്ടുള്ള പുതിയൊരു തണ്ടാണ് കേട്ടോ. ഈ തണ്ട് ഇങ്ങനെ വളർന്നു പോയിട്ടുണ്ട്. ഈ തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. കാരണം ആ തണ്ടിൻ്റെ ഒരു ഭാഗത്ത് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 2 തണ്ട് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് വളർന്നതാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ നല്ല അടിപൊളി തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൽ ആഡ് ചെയ്യേണ്ടതല്ല എങ്കിലും നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട്. ഞാനപ്പോൾ കാറ്റലോഗിൽ ഫ്രൂട്ട്സിൻ്റെ ഇതിൽ തന്നെയാണ് ഈ കുറ്റിക്കുരുമുളക് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് കാറ്റലോഗിലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ടച്ച് ചെയ്ത് ഡയറക്റ്റ് കാറ്റലോഗിൽ പോയിട്ട് പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി റേറ്റ് കാര്യങ്ങൾ പറഞ്ഞില്ലെന്നുള്ള ഇത് വരും. റേറ്റൊക്കെ കാറ്റലോഗിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവോക്കാഡോയുടെ പ്ലാന്റ്സ് ആണുള്ളത്. ഇപ്പോൾ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് നല്ല അടിപൊളി തൈകളാണ് വന്നിട്ടുള്ളത്.
പ്ലാൻ സൈസാണ്, ഞാൻ അവക്കാഡോയുടെ പ്ലാൻ സൈസാണ് കാണിക്കുന്നത്. ബട്ടർ ഫ്രൂട്ട് എന്നും പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാറ്റലോഗിൽ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 കിലോ 10 കിലോ മണ്ണിലൊക്കെ വളർന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്കറിയാം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കൂടുതലും ഇങ്ങനെ കവറുകളിലാണ് വരുന്നത് അല്ലേ. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് പോട്ടിൻ്റെ കവറിൻ്റെ സൈസ് അനുസരിച്ച് പ്ലാന്റ് അത്രയും വളർന്നിട്ടും ഉണ്ടാവും. ഇനി നമുക്ക് റംബൂട്ടാൻ N18 എന്ന് പറയുന്ന ഇതാണ് ആ ഒരു ഇനത്തിൽ പെടുന്ന റംബൂട്ടാനാണ്. ഇത്രയും വളർന്ന, ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത്രയും വളർന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. പ്ലാന്റ് സൈസൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മണ്ണിലൊക്കെ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ വേറൊരു റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് പെട്ടെന്ന് ഗ്രോത്ത് വരും. ഇനി അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് പേര ഇനത്തിൽ 2-3 എണ്ണം ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേരാന്ന് പറയുന്നത് ബ്ലാക്ക് ആപ്പിൾ ഗുവയാണ്. പേര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ നാടൻ പേരയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന പേരയ്ക്കൊക്കെ വേറെ ലെവലാണ്. ഇപ്പം നമുക്കൊരു അലങ്കാര ചെടി പോലെയൊക്കെ നിർത്താൻ പറ്റുന്ന രീതിയിലാണ് പേരയൊക്കെ ഞാൻ കാണുന്നത്. കണ്ടോ, ഇതിൻ്റെ ഇലകളുടെ കളറാണെങ്കിലും ഇപ്പോൾ പേരയൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കളറിലൊക്കെ അല്ലേ. അപ്പോൾ അത് ബ്ലാക്ക് ആപ്പിൾ ഗുവ എന്ന് പറഞ്ഞൊരു ഇനമാണ്, നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ തായ്വാൻ പിങ്ക് ഗുവയാണ് കേട്ടോ. ഇതും നല്ല രീതിയിൽ നല്ല ടേസ്റ്റുള്ള പേരയാണ്. ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇതൊന്നും ഉണ്ടായി നമ്മൾ കഴിച്ചിട്ടല്ല. നമ്മൾ വീഡിയോസ് നോക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന വീഡിയോസ്, ഞാനിപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എല്ലാം കിട്ടിയപ്പോൾ എല്ലാം ഞാൻ വീഡിയോയിൽ സെർച്ച് ചെയ്തു ഇതെങ്ങനെയാണ് ഇതെന്ന്. അങ്ങനെ എനിക്ക് ഉറപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്തത് വെരിഗേറ്റഡ് പേരയാണ് കേട്ടോ. ഈ വെരിഗേറ്റഡ് ഗുവ എന്ന് പറയുമ്പോഴത്തേക്കും കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ ശരിക്കും ഈ ഒരു പേര ചെടി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം കാണുന്നതല്ല, ഇത് കണ്ട സമയത്ത്. കാരണം നല്ല ഭംഗിയുള്ള ഇലകളാണ്. നമ്മളെപ്പോഴും ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെ ഈ ഒരു വൈറ്റ് ഗ്രീൻ ലീഫിൽ വൈറ്റ് കളറൊക്കെ കയറി വരുന്നത് ഒരു പ്രത്യേക ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം പല ചെടികളിലും ആ ഒരു വൈറ്റ് കളർ കയറി വരുന്ന ആൽബോ എന്നൊക്കെ പറഞ്ഞാണ് അവിടെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പേരയിൽ ഇങ്ങനെ ഒരു വൈറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഇങ്ങനെ ഒരു പേരച്ചെടി ഇങ്ങനെ വളർന്ന് നന്നായിട്ട് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഡ്രമ്മിലൊക്കെ വളർത്തുവാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് ഒരു വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടികളാണ് കേട്ടോ. ഇപ്പം നമ്മുടെ നാടൻ പേരയൊക്കെ വളർന്നങ്ങ് പോവുകയാണ്. അപ്പം ഇവരെയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിയെടുക്കാം. പിന്നെ ഇലകളിൽ കാണുന്ന ആ ഒരു വെരിഗേഷൻ ആ പേരയിലും ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആ പേരയ്ക്ക ഇതിലും നമുക്ക് ആ ഒരു വൈറ്റും ഗ്രീനും ചേർന്നിട്ടുള്ള വെരിഗേഷനുണ്ട്. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്ക് ലുക്കിലാണ് ഇവർ ഒരു വ്യത്യസ്തത കാണിക്കുന്നത്. അപ്പോൾ വെരിഗേറ്റഡ് പേര വേണ്ടവർക്കും ഓർഡർ ചെയ്യാം. നമുക്ക് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രമ്മിലൊക്കെ വളർത്തുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് തന്നെയൊക്കെ കട്ട് ചെയ്തൊക്കെ നിർത്തി നല്ല ഭംഗിയിലൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ബെയർ ആപ്പിളാണ്. നമ്മുടെ റെഡ് 2 ടൈപ്പ് ഉണ്ട്, ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. നിറച്ച് കായ്കളായിട്ടുള്ളതാണ് ഇപ്പോൾ ഗാർഡനിൽ ഇരിക്കുന്നത്. കായ്കളുള്ളതും ഉണ്ട്, കായ്കളില്ലാത്തതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കായ്കൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഇവർ വലുതാകുന്നുണ്ട് കേട്ടോ. അത് ഈ കായൊക്കെ വളരെ ചെറുതായിരുന്നു, പിന്നെ അത് നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ് ഇവർ എങ്ങനെയാണ് വലുതാവുമ്പോൾ ഇരിക്കുന്നതെന്ന് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനിലും ഓരോ പ്ലാന്റ് വെച്ചിട്ട് നടുന്നുണ്ട്. ഇനി അടുത്തത് സ്വീറ്റ് ഓറഞ്ചാണ്. സ്വീറ്റ് ഓറഞ്ചിൻ്റെയൊക്കെ വളരെ വലിയ തൈയാണ് കേട്ടോ ഇത്. വലിയ കവറിലുള്ള വലിയ തൈകളാണ്. ബുഷ് ഓറഞ്ചും സ്വീറ്റ് ഓറഞ്ചും അങ്ങനെ പല ടൈപ്പൊക്കെ ഉണ്ട്. ഇത് ബുഷ് ഓറഞ്ചും അല്ല, സ്വീറ്റ് ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് കിട്ടാൻ കുറച്ച് റെയർ ആയിട്ടുള്ളതാണ്, എന്നാലും അവൈലബിൾ ആയിരിക്കുമെങ്കിലും നമ്മുടെ റെഡ് നെല്ലി. അപ്പോൾ ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. നമ്മുടെ കാറ്റലോഗിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നെല്ലി നിങ്ങൾക്കറിയാം കുറച്ച് ഓരോ ഇതനുസരിച്ചിട്ട് ഒരു ഇലകൾ കൊഴിച്ചൊക്കെ കളയുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇല പൊഴിഞ്ഞിരിക്കുന്നത്. ഇനി റെഡ് ലേഡി പപ്പായയുടെ ഈ ഒരു സൈസിലുള്ള തൈകളാണുള്ളത്. പപ്പായ എപ്പോഴും ഞാൻ കാണുന്നത് ഈ ഒരു സൈസിലാണ്. ബാക്കി ഞാൻ കാണിച്ച പ്ലാന്റ്സ് എല്ലാം വലിയ സൈസാണ്. അപ്പോൾ റെഡ് ലേഡി പപ്പായ ആവശ്യമുള്ളവർക്കും നല്ല, നിങ്ങൾക്കറിയാം പപ്പായൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിൽ മെയിനാണ്. ജ്യൂസിനാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഒരു ബേക്കറിയിലോ പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ വാങ്ങുന്നത് പപ്പായ ജ്യൂസാണ്. കാരണം എനിക്ക് എൻ്റെ ഹെൽത്തിന് പപ്പായ ജ്യൂസ് കൗണ്ട് കൂടാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ പപ്പായയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ 2 പപ്പായ, നമുക്ക് ഓൾറെഡി ഇവിടെ പപ്പായ ഉണ്ട്, പക്ഷേ
ഇത് ജ്യൂസ് അടിക്കുന്നതായതുകൊണ്ട് നമ്മളിവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് കുറ്റിമുല്ലയാണ് കേട്ടോ. ഇത് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. പക്ഷെ ഞാൻ കുരുമുളകും മുല്ലയൊക്കെ കാണിച്ചു. നമുക്ക് വേറൊരു വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. കുറ്റിമുല്ലയുടെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. നല്ല ഫ്രാഗ്രൻസ് ഉള്ള നമ്മുടെ നാടൻ മുല്ലയുടെ അതേ ഇതുള്ളതാണ് കുറ്റിമുല്ല. നമ്മുടെ പെറ്റൽ ഇച്ചിരി കൂർത്തിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പെറ്റൽസും അത്യാവശ്യം പെറ്റൽസ് ഉള്ള തിക്ക് പെറ്റൽസ് ഉള്ള കുറ്റിമുല്ല നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പൂവുണ്ടായി ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവർ വളർന്നു, കുറച്ച് മുന്നോട്ട് വളർന്നു ഇവർ. അപ്പോൾ കുറ്റിമുല്ല വേണ്ടവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് നോക്കിയൊക്കെ ഇങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ കാറ്റലോഗ് നോക്കി കാർട്ട് ചെയ്ത് അയക്കുവാണെങ്കിൽ അത്രയും സുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ കാറ്റലോഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് റോസ് പ്ലാന്റ്സിന് മാത്രമാണ് കാറ്റലോഗിൽ ഇത്തിരി പ്രശ്നമുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ കാറ്റലോഗിൽ ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും ഇട്ടാലും നിങ്ങൾ ചിലപ്പോൾ കാണുന്ന സമയത്ത് ആ പ്ലാന്റ്സ് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് റോസ് പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻ കാറ്റലോഗിൽ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ്. എല്ലാം വലിയ പ്ലാന്റ്സ് ആണ്. ഞാൻ പറഞ്ഞു വെറുതെ നമ്മൾ കാറ്റലോഗിൽ ഫ്രൂട്ടിൻ്റെ പിക്ക് കാണിച്ചിട്ടല്ല സെയിൽ. നിങ്ങളുടെ കറക്റ്റ് പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റ്സിനനുസരിച്ചുള്ള റേറ്റ് ആണ് കാറ്റലോഗിൽ ഇട്ടിട്ടുള്ളത്. പ്ലസ് CC അതിൽ ആഡ് ആവും കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൽ സ്വീറ്റമ്പഴങ്ങ നമുക്ക് സെയിലിനുള്ളതാണ്. വലിയ തൈയായിരിക്കും കേട്ടോ. സ്വീറ്റമ്പഴങ്ങയുടെ ചെറിയ തൈയല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീട്ടിൽ നട്ടിട്ട് ഏറ്റവും സന്തോഷമുള്ള എനിക്ക് ചെറുപ്പത്തിലാണെങ്കിലും എനിക്ക് പച്ചക്കറിയും ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെയാണ് ഞാനിങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് റോസിനോട്ടൊക്കെ തിരിയുന്നത്. പക്ഷെ എനിക്ക് നേരത്തെ തൊട്ടേ ഇഷ്ടം ഇതുപോലെയുള്ള വീട്ടിലുണ്ടായ പയർ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ചീര വീട്ടിലുണ്ടാകുന്ന ചീര വെച്ചുണ്ടാക്കുന്ന കറി ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ സ്വീറ്റമ്പഴങ്ങയിൽ ഇങ്ങനെ പുതിയ തളിർപ്പും അതിൽ നിറച്ച് കായ്കളൊക്കെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സൊക്കെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തുന്നത് എൻ്റെ അമ്മുമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മാമ്മയാണ്. ഇവിടെ പിടിക്കാത്ത ഒത്തിരി തൈകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേപ്പിൻ തൈയൊന്നും അമ്മാമ്മ എപ്പോഴും പറയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുവരെ നന്നായിട്ട് ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷേ ഞാനൊരു വേപ്പിൻ തൈ കൊണ്ടുവന്ന് കൊടുത്തു, നന്നായിട്ട് വളർന്ന് പൊങ്ങിപ്പോയേക്കും. അപ്പോൾ ചില സമയത്തൊക്കെ എനിക്കിത് കാണുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര പ്രൗഡാണ്. പ്രത്യേകിച്ച് അമ്മമാർക്കാണെങ്കിലും ഇങ്ങനെയുള്ള അടുക്കളയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നമ്മൾ ചെയ്ത വലിയൊരു ഇതായിട്ട് എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ നല്ലൊരു കാര്യം ചെയ്ത് കുറച്ച് പൈസ ചിലവാക്കി എന്തെങ്കിലും ചെയ്താൽ പോലും അതൊരു അപ്രിസിയേഷൻ ലെവലിലോട്ട് എത്തിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പം നമ്മളെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കും, നല്ല വാക്കുകളൊക്കെ പറയുമെന്ന് വിചാരിക്കും. പക്ഷേ അതിൽ വലിയ മൈൻഡൊന്നുമില്ല. ഇതുപോലുള്ള വേപ്പിൻ തൈയും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ കൊണ്ടുവന്ന് കൊടുത്തെങ്കിലും നന്നായിട്ട് ഇവിടെ വളർന്നു നിൽക്കുന്നുണ്ട്. ഇപ്പം നല്ല ഹൈറ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഷോർട്സ് ഇടാം കേട്ടോ. വേപ്പിൻ തൈയുടെ നല്ല ഉയരത്തിലങ്ങ് പോയി. ഇതുവരെ ഇപ്പം അമ്മമ്മ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര ഏജ് ഉണ്ടെന്ന്. ഇതുവരെ ഇവിടെ കൊണ്ടുവന്ന് ഒരു വേപ്പിൻ തൈയും നട്ടിട്ട് ഇതുപോലെ ഉണ്ടായിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോൾ. അപ്പോൾ അതുപോലെ അമ്മമ്മക്ക് കൊണ്ടുവന്ന് കൊടുത്താണ് ഈ സ്വീറ്റമ്പഴങ്ങ, സ്റ്റാർ ഫ്രൂട്ട് അതെല്ലാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോ എടുത്തിടാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ്. അതുപോലെ ഒത്തിരി റോസ് പ്ലാന്റ്സിലൊക്കെ നമ്മളിവിടെ നട്ടതിൽ പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ സമയം കിട്ടുന്നില്ല. പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു ഗാർഡൻ ടൂർ, നിങ്ങൾക്കറിയാം റോസ് പ്ലാന്റ്സിലൊന്നും എപ്പോഴും എല്ലാത്തിലും ഒരുമിച്ച് ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ എടുക്കാനും എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഗാർഡൻ അപ്ഡേറ്റ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അല്ലെങ്കിൽ ഗാർഡൻ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. വാട്സപ്പിൽ മെസ്സേജ് എല്ലാം അയക്കുന്നത്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അപ്ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ എൻ്റെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ, വാങ്ങിച്ചിട്ടുള്ളവരാണോ, ഓർഡർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇടയ്ക്ക് യൂട്യൂബ് ചാനൽ കയറി കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്യണം. അതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇതുവരെ റോസ് പ്ലാന്റ്സ് ഒന്നും എടുക്കാൻ പോയിട്ടില്ല. ഇനി പോകണം. തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാക്കിങ് ഇനി അടുത്ത ഡിസംബറിൽ 4-5 ഡേറ്റിലാണ് ഇനി പാക്കിങ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. നിങ്ങളൊന്ന് നോക്കുക എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്നൊന്ന് നോക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ഇതെല്ലാം നമുക്ക് പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പതുക്കെ കാറ്റലോഗിൽ ഇടാം. ഓരോ പ്ലാന്റ്സ് വരുമ്പോഴും പ്ലാന്റ് സൈസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യും. എന്നിട്ട് കാറ്റലോഗിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.